CM ഉസ്താദ് എന്ന മഹാപ്രഭാവത്തിന്റെ ദാരുണ കൊലപാതകം പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടി രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റുന്നുവെന്നും PDP സംസ്ഥാന നേതാവ് നിസാർ മേത്തർ പറഞ്ഞ ആ യുവനേതാവ് തെക്കൻ സ്വദേശിയായ കോൺഗ്രസ് നേതാവാണെന്നും PDP മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം സിദ്ദീഖ് MMK. മനുഷ്യാവകാശ പ്രവർത്തകനും PDPയുടെ നേതാവുമായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവസാനമായി പുതിയ വെളിപ്പെടുത്തൽ, അദ്ദേഹം തന്നെ പണം കൊടുത്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ കർണാടകയിലോ തൊട്ടയൽപക്കത്തോ പോയിട്ട് ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി തെളിവുകൾ ഉണ്ടാക്കുന്നു. ആരെ കാണിക്കുവാൻ വേണ്ടി? അദ്ദേഹം പൊതുസമൂഹത്തിനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ ജനം തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. PDP എന്ന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ കാസർഗോഡ് വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. കാസർഗോട്ടെ പ്രമുഖ യുവജന നേതാവ്, തുറന്നു പറയട്ടെ, തെക്കിൽ സ്വദേശിയായ കോൺഗ്രസ് നേതാവ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഇവിടുത്തെ. അങ്ങനെയുള്ളൊരു നേതാവിനെതിരെ ആ നേതാവിനെ 2 മണിക്കൂർ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ സത്യവും പുറത്തു വരുമെന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് ഇവിടെ നിന്ന് പോയ നേതാക്കന്മാർ, അതിൻ്റെ നേതൃത്വം എന്തുകൊണ്ടാണ് CBIക്ക് മുമ്പാകെ ഇത് തുറന്ന് പറഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ സംശയത്തിൻ്റെ നിലയിൽ നിർത്തുന്ന ഒരു കാര്യമാണ്. യുവജന നേതാവ്, കോൺഗ്രസിൻ്റെ തെക്കിൽ സ്വദേശിയായ കോൺഗ്രസിൻ്റെ സമുന്നതനായ യുവജന നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പരാമർശിച്ചപ്പോൾ തന്നെ ഇവിടെ കോൺഗ്രസ് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? കോൺഗ്രസ് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നില്ല? CBIക്ക് മുമ്പിൽ എന്തുകൊണ്ട് PDP എന്ന പ്രസ്ഥാനം അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ജനങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഒരുപാട് കാലമായി 8 വർഷമായി എൻ്റെ ജമാഅത്തുകാരനായ എൻ്റെ നാട്ടുകാരനായ CM ഉസ്താദിൻ്റെ കൊലപാതകം, ആ കൊലപാതകത്തിൻ്റെ പേരിൽ അവിടെ തന്നെയുള്ള പിന്നൊരു കാസിയായ ത്വാക്ക മുസ്ലിയാർ അത് ഏറ്റെടുത്ത് സമരം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. എവിടെ പോയി ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ? എവിടെ പോയി ഇവിടുത്തെ മത സാമുദായിക സംഘടനകൾ? എൻ്റെ നാട്ടുകാരനായ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ട്രഷറർ കൂടിയായ കലക്ടർ മായിനായി സാഹിബ് ത്വാക്ക മുസ്ലിയാർ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമില്ലേ? നമ്മുടെ നാട്ടുകാരനല്ലേ? ഇനിയും ഇത് നോക്കിക്കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കണമെന്നാണോ ഇവിടുത്തെ ഭരണകൂടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ് എന്തുകൊണ്ട് ഇത് ഇടപെടുന്നില്ല? കോൺഗ്രസിൻ്റെ തന്നെ യുവജന നേതാവിൻ്റെ പേര് ഇവിടെ പരാമർശിക്കപ്പെട്ടപ്പോൾ പരസ്യമായ രഹസ്യമാണ്. തെക്കിൽ സ്വദേശിയായ കോൺഗ്രസിൻ്റെ നേതാവ്, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ഇടപെടുന്നില്ല? അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടല്ലേ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്? പൊതുസമൂഹത്തിന് അറിയേണ്ട ഒരു ബാധ്യതയുണ്ട്. ഇനിയുള്ള നാളുകളും സമരത്തിൻ്റെ പാതയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണമെന്നാണോ ഇവിടുത്തെ ഭരണകൂടം ചിന്തിക്കുന്നത്? ഇനിയും ഞങ്ങൾ അടങ്ങി നിൽക്കണമെന്നാണോ ഇവർ ചിന്തിക്കുന്നത്? ഇനിയും അത് നോക്കിക്കണ്ടുകൊണ്ടിരിക്കണമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്? 8 വർഷത്തോളമായി കാസർഗോഡ് ജില്ലയിൽ കാസി വിഷയവുമായി സമരരംഗത്തിരിക്കുന്ന ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇതൊക്കെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിട്ടാണ് നിൽക്കുന്നത്. PDP എന്ന് പറയുന്ന പ്രസ്ഥാനം അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ കാസർഗോഡ് വന്നിട്ട് ഇത്രയും പത്രസമ്മേളനം നടത്തി 2 മണിക്കൂർ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ യുവജന നേതാവിൻ്റെ വായിൽ നിന്ന് തന്നെ ഈ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്നുള്ളത് അവർ പറഞ്ഞ കാര്യമാണ്. എന്നിട്ടും CBIയുടെ മുമ്പിൽ PDPയുടെ ജില്ലാ നേതൃത്വം പോലും മൊഴി കൊടുത്തപ്പോൾ അവിടെ ഈ പറയുന്ന യുവജന നേതാവിൻ്റെ വിഷയം പോലും അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? എന്തുകൊണ്ടത് മറച്ചു വെക്കുന്നു? ഇവരും അവസാനം എല്ലാവരും പറയുന്നത് പോലെ തന്നെ പണത്തിൽ അവർ മുങ്ങിപ്പോയോ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ എന്ത് തെറ്റു പറയാൻ വേണ്ടി പറ്റുമോ? ഇപ്പോൾ തന്നെ ഈ പുതിയ വെളിപ്പെടുത്തൽ കൊണ്ടുവന്ന പബ്ലിക് കേരളയോട്, ചാനലിനോട് തന്നെ ഞങ്ങൾ തുറന്നു പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. public kerala.in